വീട്ടിൽ വരുന്നവർ ചോദിക്കണം, ഈ അടുക്കളയിൽ ഒന്നും വയ്ക്കാറില്ലേ എന്ന്. അത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ ടിപ്സുകൾ ഫോളോ ചെയ്ത് നോക്കൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്സ് തരാനും ഷെയർ ചെയ്യാനും ഡൗട്ട്സ് എല്ലാം കമൻസായി അറിയിക്കാനും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കിച്ചൺ വൃത്തിയായിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? 1. എടുക്കുന്ന സാധനങ്ങൾ എടുക്കുന്നിടത്ത് വയ്ക്കുക. എടുക്കുന്ന സാധനങ്ങൾ എടുക്കുന്നിടത്ത് വച്ചാൽ പിന്നീട് സ്ഥലം മാറിയിരിക്കുന്ന സാധനങ്ങൾ ഒതുക്കി വെക്കേണ്ട പണി ഉണ്ടാവില്ല. 2. കുറച്ച് പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഒത്തിരി പാത്രങ്ങൾ ഉണ്ടെന്ന് കരുതി അതെല്ലാം എടുത്ത് കുക്കിംഗ് ചെയ്യണമെന്നില്ല. ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ കഴുകി ഉപയോഗിക്കാൻ പറ്റുന്നവ കഴുകി തന്നെ ഉപയോഗിക്കുക. അത് സിങ്കിലിട്ട് വേറെ എടുത്ത് കുക്ക് ചെയ്യരുത്. 3. എടുക്കുന്ന പാത്രങ്ങൾ അപ്പോൾ കഴുകി യഥാസ്ഥാനത്ത് വയ്ക്കുക. പാത്രങ്ങൾ സിങ്കിൽ നിറച്ചിട്ട് അവസാനം കഴുകാം എന്ന് വിചാരിക്കുന്നത് അടുക്കളയുടെ ഭംഗി കുറയ്ക്കുകയും പണി കൂട്ടുകയും ചെയ്യും. കിട്ടുന്ന ഗ്യാപ്പിൽ പാത്രങ്ങൾ അപ്പോൾ കഴുകി വെച്ച് സിങ്ക് ക്ലീനാക്കി ഇടുക. 4. എല്ലാ സാധനങ്ങൾക്കും ഒരു ഫിക്സഡ് പ്ലേസ് നൽകുക. അത് ഇവിടെ ഇരിക്കട്ടെ, ഇത് അവിടെ വയ്ക്കാം എന്നിങ്ങനെ എവിടെ വയ്ക്കണമെന്ന് അപ്പോൾ തോന്നും പോലെ ചെയ്യാതെ ഓരോന്നിനും ഓരോ സ്ഥലം ഫിക്സ് ചെയ്ത് അത് അവിടെ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. 5. കൗണ്ടർ ടോപ്പിൽ വെള്ളം വീണാൽ അപ്പോൾ വൈപ്പ് ചെയ്തിടുക. അതിനായി ഒരു ക്ലോത്ത് വയ്ക്കാവുന്നതാണ്. ഫ്ലോർ ക്ലീനർ ഒഴിച്ച് തുടച്ചാൽ നല്ല സ്മെല്ലും കിട്ടും. 6. കുക്ക് ചെയ്തതിന് ശേഷം ഭക്ഷണം സെർവിങ് ഡിഷിലേക്ക് മാറ്റി കുക്ക് ചെയ്ത പാത്രം എല്ലാം കഴുകി വെച്ച് ഉണ്ടാക്കിയ ഭക്ഷണമെല്ലാം ഒരു ഫിക്സഡ് പ്ലേസിൽ ഒതുക്കി വയ്ക്കുക. കൗണ്ടർ ടോപ്പിൽ ഭംഗി കൂട്ടാൻ ചിലർ ഒത്തിരി ഭംഗിയുള്ള ബോട്ടിൽസും മറ്റും വയ്ക്കാറുണ്ട്. ചിലത് ഭംഗി തരുമെങ്കിലും കൗണ്ടർ ടോപ്പ് ഒഴിച്ചിടുന്നത് എപ്പോഴും ഭംഗി തോന്നിക്കുകയും ജോലി ഭാരം കുറയ്ക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഈ ഷോയ്ക്ക് വയ്ക്കുന്ന സാധനങ്ങൾ കൂടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കേണ്ടി വരും. 7. കിച്ചൺ ഫ്ലോർ വൃത്തിയാക്കിയിടണം. അടുക്കളയിൽ തിരക്കിട്ട് ജോലി ചെയ്യുന്നതിനിടയിൽ തറയിൽ പൊടിയാവാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് കിട്ടുന്ന ഗ്യാപ്പിൽ ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യാനും മറക്കരുത്. കിച്ചണിൽ വന്നു പോകുന്നവർ ഈ പൊടിയിൽ ചവിട്ടി അത് വീടിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും പിന്നീട് വീട് മൊത്തം ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നത് ഒഴിവാക്കാൻ ഇക്കാര്യം ശ്രദ്ധിച്ചാൽ മതി. 8. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ജനലുകൾ തുറന്നിടുന്നത് ഫ്രഷ് എയർ ഉള്ളിലേക്ക് കടക്കാനും കിച്ചണിലെ സ്മെല്ലെല്ലാം അവിടെ കെട്ടിനിന്ന് അവസാനം ഒരു മുഷിഞ്ഞ സ്മെൽ ഉണ്ടാവുന്നത് തടയാനും ഉപകരിക്കും. അപ്പോൾ വീട്ടിൽ വരുന്നവർ ചോദിക്കും, ഈ അടുക്കളയിൽ ഒന്നും വയ്ക്കാറില്ലേ എന്ന്. അത് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഇനി മുതൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. ഈ ടിപ്സുകൾ മാത്രം ഫോളോ ചെയ്താൽ മതി. ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും ഡൗട്ട്സ് എല്ലാം കമൻസായി ചോദിക്കാനും മറക്കരുതേ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.